അതായത് അവര് പറഞ്ഞു, ദേ സെഡ്, ആരോട്? ദേ സെഡ് ടു മീ, അവര് എന്നോട് പറഞ്ഞു, അല്ലേ? എന്താ പറഞ്ഞത്? അവിടുന്ന് അങ്ങോട്ടാണ്. വി കെയിം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല, വി കെയിം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വന്നു എന്നാണ്. അപ്പോൾ വരുമെന്ന് പറയണം. അപ്പോൾ ഒറ്റ എക്സാമ്പിൾ പറയട്ടെ. ഇപ്പോഴാണ് അവർ വിളിക്കുന്നതെന്ന് വിചാരിക്കും. ഞാൻ അതിൻ്റെ ഒരു വ്യത്യാസം പറഞ്ഞുതരാണ്. ഇപ്പോഴാണ് അവർ വിളിക്കുന്നതെന്ന് വിചാരിക്കും. ഇപ്പോൾ വിളിച്ചിട്ട് നിങ്ങളോട് പറയാണ്, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വരും. അപ്പോൾ എങ്ങനെ പറയാം? വി കെയിം എന്ന് വെച്ചാൽ ഞങ്ങൾ വന്നു എന്നല്ലേ. ഓൾറെഡി ഇറ്റ് ഹാപ്പൻഡ്, ഇറ്റ്സ് പാസ്റ്റ്, കഴിഞ്ഞു പോയി. വി വിൽ കം ഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റ്, അല്ലേ? വി വിൽ കം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. പറ, വി വിൽ കം ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി ഞങ്ങൾ വരുമെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞത്, അല്ലേ? പക്ഷെ നിങ്ങളിപ്പോൾ എന്നോട് പറയുന്നത് ഇപ്പോൾ വിളിച്ച് പറയുന്ന കാര്യമാണോ? ഒരു 3 ദിവസം മുമ്പ് സംഭവിച്ച കാര്യമല്ലേ, അല്ലേ? അപ്പം നിങ്ങൾ പറയുമ്പോൾ വില്ല് വുഡിലേക്ക് മാറ്റുക. അപ്പം അതിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയാം. നിങ്ങൾ ഒരാൾ പറഞ്ഞ കാര്യം, ഡിറക്റ്റായിട്ട് ഒരാൾ പറഞ്ഞ കാര്യം ഇൻഡിറക്റ്റായിട്ട് ഞങ്ങളോട് പറയുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് റിപ്പോർട്ടഡ് സ്പീച്ച്. യു ആർ റിപ്പോർട്ടിങ് സംതിങ്. ക്ലിയർ? അപ്പോൾ അവിടെ വരുത്തേണ്ട മാറ്റം എന്ന് പറഞ്ഞത് ദേ സെഡ് ടു മീ, അവർ എന്നോട് പറഞ്ഞു, ദാറ്റ് ദേ വുഡ് കം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അവർ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വരും. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ നമുക്ക് ലിസണമേ നമുക്ക് റിപ്പോർട്ട് സ്പീച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ചെറിയ മാറ്റങ്ങൾ മനസ്സിലാക്കി വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുമ്പോൾ എളുപ്പമാണ്. റിപ്പോർട്ട് സ്പീച്ച് പഠിക്കുമ്പോൾ എളുപ്പമാണ്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിലുള്ള പല കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ഈ ചെറിയ എസെൻഷ്യലായിട്ടുള്ള ഗ്രാമർ പോർഷൻസ് എടുക്കുമ്പോൾ ഭയങ്കര തലവേദനയായിട്ട് മാറും. പക്ഷെ നിങ്ങൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞ് അത്യാവശ്യം ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ അവൻ വരുമെന്ന്, അല്ലേ? അവൻ വരുമെന്ന് ഹീ വിൽ കം എന്നുള്ളത് നമ്മൾ അവൻ വരുമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പം ഹീ വുഡ് കം ആക്കി മാറ്റുക, വില്ല് വുഡാക്കി മാറ്റുക, ക്യാന് കുഡാക്കി മാറ്റുക. അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ തുടക്കത്തിൽ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് റിപ്പോർട്ട് സ്പീച്ച് പഠിക്കാൻ വളരെ എളുപ്പമാണ്. പഠിക്കേണ്ട ആവശ്യമില്ല, അതങ്ങ് ജസ്റ്റ് മനസ്സിലാക്കി അങ്ങ് ഉപയോഗിച്ചാൽ മതി. ആ ഒരു രീതിയിൽ അവർ. അപ്പോൾ ദേ സെഡ് ടു മീ ദാറ്റ് ദേ വുഡ് കം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. പറഞ്ഞ ഒന്നുകൂടി. പിന്നെയും കെയിമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ പറയട്ടെ. എക്സ്ക്യൂസ് മീ, നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും എന്നറിയോ? ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറക്ഷൻ അവിടെ വരുത്തുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ അടുത്ത സെൻറ്റൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബോധമനസ്സിന് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബോധമനസ്സിന് ചില പരിമിതികളുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ വേറൊരു കാര്യം അതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഒന്നിലേ ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പം പല സ്റ്റുഡൻസിനും പറ്റുന്നതെന്ന് അറിയോ, അവരൊരു കോമൺ എറർ വരുത്തിയിട്ട് ഞാനത് തിരുത്തി കൊടുക്കുമ്പോൾ അവരിങ്ങനെ തലയാട്ടും. എന്തുകൊണ്ടാണെന്നറിയോ? അവർ ശ്രദ്ധിക്കുന്നത് ഞാൻ തിരുത്തുന്ന തെറ്റിലേക്കല്ല, അതെങ്ങനെ ശരിയാക്കാം എന്നുള്ളതല്ല. അവർ മനസ്സിൽ അടുത്ത പറയേണ്ട സെൻറ്റൻസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ആ മിസ്റ്റേക്ക്, ആ കറക്ഷൻ എന്താക്കും? അവരുടെ മനസ്സിലേക്ക് പതിയോ? ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ശരിക്കും, ഞാൻ ഇപ്പോൾ പറഞ്ഞ മനസ്സിലായോ എന്താ അവിടെ? നിങ്ങൾ പറഞ്ഞു ദേ സെഡ് ദേ കെയിം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. ശ്രദ്ധിക്കുക, ദേ സെഡ് ദേ കെയിം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത് ഞാൻ എന്താക്കി? അത് കറക്റ്റ് ആയിട്ട് ദേ സെഡ് ടു മീ ദാറ്റ് ദേ വുഡ് കം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്നാക്കി. അപ്പം അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ആ തെറ്റിൽ നിന്ന് ശരിയിലേക്കുള്ള മാറ്റം എന്തെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ചോദിച്ചു ഞാൻ പറഞ്ഞുതരും. പക്ഷെ മനസ്സിലാവാണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ യു വിൽ റിപ്പീറ്റ് ദ സെയിം മിസ്റ്റേക്ക് ഓവർ ആൻഡ് ഓവർ എഗെയിൻ. വീണ്ടും ആ തെറ്റുണ്ടാക്കിക്കൊണ്ടിരിക്കും. ക്ലിയർ? അപ്പോൾ ഒന്ന് പറഞ്ഞ് അവർ പറഞ്ഞു അവർ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വരുമെന്ന്. വെരി ഗുഡ്. ദേ ടോൾഡ് മീ അല്ലെങ്കിൽ ദേ സെഡ് ടു മീ ദാറ്റ് ദേ വുഡ് കം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ടു ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. യാ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ്.